മഞ്ഞുമൽ തട്ടുകടയിലും ഒരു കുറച്ച് നല്ല അടിപൊളി ഫുഡുകളുണ്ട്. ഇടിയപ്പവും ബീഫും കൂടി സെപ്പറേറ്റ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണേ. എന്നെ ഒരു ബിരിയാണി രൂപത്തിൽ കഴിക്കണേ. കപ്പയും ബോട്ടിയും അതുപോലെ തന്നെ ഇപ്പൊ ഇടിയപ്പം ബീഫും കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, കറക്റ്റ് ആയിട്ടുള്ള മിക്സിങ്. കൊറോണ കഴിഞ്ഞിട്ട് സ്ഥിരം ഇന്നും വൈകിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നവരെ വയറിനൊരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിക്കാൻ പോണ ഫുഡ് എന്ന് പറഞ്ഞാൽ 2 മൊത്തം ഓംലേറ്റ് അടിച്ചിട്ട് അതിന്റെ ഒരു കടല ഇട്ടിട്ട് ഒരു ഇടിയപ്പം ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം ഈ ഭക്ഷണം. അടിപൊളി. ആഹാ, എന്താ ടേസ്റ്റ്! ഇത്രയും ടേസ്റ്റില് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വരാറില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കോമ്പിനേഷൻ കഴിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഏത് സാധനം വേണമെങ്കിലും മിക്സ് ചെയ്ത് റെഡിയാക്കി തന്നെയാണ് എല്ലാം ഒന്നിനൊന്നും. അതും ടേസ്റ്റിനകത്ത് യാതൊരുവിധ കോംപ്രമൈസ് ഇല്ല. അടിപൊളി. എല്ലാവരും വന്ന് കഴിച്ചോണം. മസ്റ്റ് ട്രൈ ആണ്. വൈകിട്ടൊക്കെ ഇങ്ങനെ വന്നാല് നമുക്ക് നൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ പെട്ടെന്നൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും. വായനൊക്കെ വെള്ളം വരണ്ട്. അതിന്റെ ടേസ്റ്റും കൂടെ ഉണ്ടോ. നമ്മള് ഇതിന്റെ ടേസ്റ്റ് അറിയണമെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കഴിക്കണം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ സ്വന്തം നാടായ മഞ്ഞുമലാണ്. മഞ്ഞുമൽ പഴയ മഞ്ഞുമലെന്നല്ല, വേറെ ലെവലാണ്. നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ മഞ്ഞുമലാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും മഞ്ഞുമൽ വേറെ ലെവലാണ്. അപ്പൊ നമ്മുടെ മഞ്ഞുമലുള്ള ഒരു തട്ടുകട, മഞ്ഞുമൽ തട്ടുകടയിലും ഒരു കുറച്ച് നല്ല അടിപൊളി ഫുഡുകളുണ്ട്. അതിന്റെ ചെറുപ്പത്തിൽ 20 വയസ്സ് തുടങ്ങിയുള്ള ഒരു കാലത്തിലൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയ സംഭവങ്ങളാണ്. ഏറ്റവും പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ ഈ കപ്പയും ബോട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ വേറെ എവിടെ നിന്ന് കഴിച്ചേക്കാളും ടേസ്റ്റ് എനിക്ക് ഇവിടെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ മാത്രമല്ല, അങ്ങനെ പല കുറേ വിഭവങ്ങളുണ്ട്. ഇവരുടെ സ്പെഷ്യൽ മേക്ക് ഐറ്റംസ് ആണ്. അപ്പൊ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കുറച്ച് മഞ്ഞുമക്കാരുണ്ട്, ഡെന്നിച്ചനുണ്ട്, ഹാരിസ് ഉണ്ട്. ഞങ്ങള് 2-3 മഞ്ഞുമക്കാരും ബാക്കിയുള്ള മഞ്ഞുമലിന്റെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ കൂടി നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എല്ലാവരും വന്നേക്കുവാണ്. വീഡിയോ എടുക്കുന്നത് വർഗീസ്, പിന്നെ നിതിൻ, എല്ലാവരും ഉണ്ട് കൂട്ടത്തില്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഇന്നത്തെ ഒരു വീഡിയോ പൊളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഈ മഞ്ഞുമൽ തട്ടുകട ഒന്ന് വൈറലാക്കി എടുക്കുക. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ ഈ മഞ്ഞുമൽ തട്ടുകടയുടെ സാരഥികള്, നമ്മുടെ സുധാകരൻ ചേട്ടനും സജീവൻ ചേട്ടനും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെയാണ്. ഇതിപ്പോ കുറെ വർഷങ്ങളായില്ല. നമ്മളിപ്പോ ഈ തട്ടുകട എത്ര വർഷമായിട്ടുണ്ടായില്ലേ? നമ്മുടെ മഞ്ഞുമൽ ഈ പാലത്തിന്റെ അടി കണ്ടേൻ പാലത്തിനടിയിലോട്ട് അധികമായിട്ടില്ല. പക്ഷെ നമ്മള് തട്ടുകട സ്റ്റാർട്ട് ചെയ്തിട്ട് 27 വർഷമായിട്ടുള്ള ഒരു തട്ടുകടയാണ്. അതായത് മഞ്ഞുമൽ ആപ്പാടെ ഈ ഒരേ ഒരു തട്ടുകടയേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഫുഡിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറൈറ്റി ഫുഡാണ്. ഇദ്ദേഹമാണ് മെയിൻ പാചകം. ഇവർ രണ്ടുപേരും കൂടെ ആണെങ്കിലും ഇദ്ദേഹമാണ് ഇവിടെ നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. മിക്സിങ്, ആ മിക്സിങ്ങിലാണ് കളിയിരിക്കുന്നത്. ആ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് കഴിച്ചു. എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഉള്ളത്? ഇടിയപ്പം, കപ്പ, ബോട്ടി, ബീഫ്, ചിക്കൻ, പഴുത്ത കടല. അപ്പൊ അത് നമ്മൾ പറയുന്നതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലെ? അതായത് ഇപ്പൊ ഇടിയപ്പം കറി സെപ്പറേറ്റ് അല്ല പറഞ്ഞത്, ഇതെല്ലാം കൂടി ഇപ്പൊ ഇടിയപ്പം കറിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത ഒരു ബിരിയാണി പരുവത്തില് അല്ലെ? കപ്പ ബിരിയാണി, ഇടിയപ്പം ബിരിയാണി പറഞ്ഞത് അങ്ങനെയുള്ള ബിരിയാണി പരുവത്തിലാണ് ഇവിടെ സെറ്റ് തന്നെ. അതാണ് അതിന്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ടേസ്റ്റ്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, എന്താ ടേസ്റ്റ്? ഇതാണ് നമ്മളെ കപ്പ ബോട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇവിടുത്തെ ഇതാണ് മെയിനായിട്ട്. കഴിക്കും. ഇടിയപ്പവും ബീഫും കൂടി സെപ്പറേറ്റ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണേ. എന്നെ ഒരു ബിരിയാണി രൂപത്തിൽ കഴിക്കണേ. എന്തായാലും കൊള്ളാം. ഒരു നല്ലൊരു പറയാം, കൊള്ളാം. ഓരോ ടൈപ്പില് നല്ല ചൂടും കൂടി ഉള്ളതുകൊണ്ടേ, കുഴപ്പമില്ല. ചൂടോടുകൂടി ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും ചൂടോടുകൂടിയാണ് അല്ലെ? അതാണ് അത് നമ്മള് എടുത്തു വെച്ചങ്ങനല്ല, നമ്മുടെ സ്പോട്ടിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന. കൊള്ളാം. കുറച്ച് സ്പൈസിയാണ്, എന്നാലും സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷനാണ്.
ഐറ്റം ഇടിയപ്പം ബീഫ് മിക്സ് ചെയ്ത് ഇടിയപ്പം ബീഫ് മിക്സ് ഇടിയപ്പം ബിരിയാണി അടിപൊളി സാധനമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ സിമ്പിൾ പ്രിപ്പറേഷൻ ആണ്. വലിയ ടൈം എടുത്തിട്ട് കുറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ അവരാ കോമ്പിനേഷൻ ചെയ്ത് ഇവര് ബീഫ് അതേമാതിരി ഇതിന്റെ ഗ്രേവി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് പാകത്ത് റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ ഫൈനൽ പ്രിപ്പറേഷൻ കാണാം. അപ്പോഴാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് ഇതിൽ വരുന്നത്. ഇത് ബാലിച്ചേട്ടൻ മഞ്ഞുമലിന്റെ ബുള്ളറ്റ് വർക്ക്ഷോപ്പാണ് തൊട്ടപ്പുറത്താണ് വർക്ക്ഷോപ്പ്. ഞാനും മെക്കാനിക്കാണ്. എന്റെ കാർ വർക്ക്ഷോപ്പ് ആയിരുന്നു ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. ഞാൻ നിർത്തി വർക്ക്ഷോപ്പ്. ഞങ്ങളൊക്കെ മഞ്ഞുമലിലെ ബുള്ളറ്റ് വർക്ക്ഷോപ്പാണ്. ഞാനും വർക്ക്ഷോപ്പൊക്കെ ആയിരുന്ന ടൈമിൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതിനധികം വരാൻ പറ്റാറില്ലെന്നുള്ളത് മാത്രമേ എന്തായാലും അല്പം സ്പൈസിയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുട്ടികൾക്കാണെങ്കിൽ ഒരു അല്പം കൂടി എരിവ് കുറച്ച് തരാൻ പറഞ്ഞാൽ ചേട്ടന്മാർ തരും. പക്ഷെ മുതിർന്നവർക്കാണെങ്കിൽ കറക്റ്റ് ആണ്. സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സൂപ്പറാണ്. ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നുമില്ല. ഇടിയപ്പം തന്നെയാണ്. ഇടിയപ്പം ബീഫ് കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അവരുടെ കുറച്ച് ഐറ്റംസും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. കറക്റ്റ് ചൂടോടുകൂടി തന്നെ കഴിക്കണം. എന്നാലും കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. കൊള്ളാം, സൂപ്പർ ഫുഡാണ്. രണ്ടാമത്തെ ഫുഡും സൂപ്പറാണ് കേട്ടോ. സംഭവത്തിന്റെ ടേസ്റ്റ് ആണ്, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ നല്ല ടേസ്റ്റ് തന്നെയാണ്. മെയിനായിട്ട് മിക്സിങ് നല്ല അടിപൊളി മിക്സിങ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. കപ്പയും ബോട്ടിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇടിയപ്പം ബീഫ് കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റി, കറക്റ്റായിട്ടുള്ള മിക്സിങ് കഴിക്കാൻ നല്ല പറഞ്ഞ പോലെ ഒരിത്തിരി സ്പൈസി ആണെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫുഡ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡ് തന്നെയാണ്. വെറുതെ പറയുന്നതല്ല. 30 വർഷമായിട്ട് നമ്മൾ ഇവരായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് സ്ഥിരം ഇന്നും വൈകിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നവരെ വയറിനൊരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിക്കുമ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ 2 മൊത്തം ഓംലേറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒരു കടല ഇട്ടിട്ട് ഒരു ഇടിയപ്പം ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം ഈ ഭക്ഷണം. ഇതാണ് സംഭവം. വെറൈറ്റി ഫുഡാണ്. ഇതേപോലത്തെ ഫുഡ് നമ്മൾ ഏത് ഐഡിയയിൽ വേണമെങ്കിൽ അത് കപ്പ ബിരിയാണി, കപ്പ ഇടിയപ്പം, അതുപോലെ തന്നെ ബോട്ടി ഇടിയപ്പം, അങ്ങനെ മിക്സിങ് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഭക്ഷണം അപ്പം തന്നെ ഇവര് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അതെ അതെ, എന്താ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. അതല്ല ചൂടൻ, നല്ല ചൂടൻ സാധനം കണ്ട അടിപൊളി. ആഹാ, എന്താ ടേസ്റ്റി. അതുപോലെ ഇന്നവരെ വയറിന് യാതൊരു കംപ്ലൈന്റോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിപൊളി. വീട്ടിൽ ഇതേ ഫോർമുലേഷൻ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഇടിയപ്പം മുട്ടയൊക്കെ കൂട്ടിയിട്ട് ചിക്കി രാവിലത്തെ ഇടിയപ്പം ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വരാറില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറായിട്ടുണ്ട്. ഇതിനൂടെ കടലയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ. ഇതിപ്പോൾ ഇവിടുന്ന് ട്രൈ ചെയ്യുന്ന 3ാമത്തെ ഐറ്റമാണ്. കപ്പ ബോട്ടി കഴിച്ചു, പിന്നീട് ബീഫ് ഇടിയപ്പം ബിരിയാണി പോലെ കോമ്പിനേഷൻ ആക്കിയത് കഴിച്ചു. രണ്ടും സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ ഒരു വേറെ വെറൈറ്റി സാധനമാണ്. അതിൽ കടലയും ഇടിയപ്പവും മുട്ടയും കൂടിയുള്ള കോമ്പിനേഷൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ കഴിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇത് അടുത്ത വെറൈറ്റി സാധനം, 3ാമത്തെ വെറൈറ്റി ഞാൻ പറഞ്ഞ കാര്യം. ഇത് വേറെ വെറൈറ്റി, കടലയും കൂടി കയറിയിട്ടുണ്ട്. മറ്റേ ബീഫും മറ്റേ ആ ടേസ്റ്റൊക്കെ മാറിയിട്ട് മുട്ടയും കടലയും വന്നിട്ട് വേറെ വെറൈറ്റി. അങ്ങനെയുണ്ടാകും മുകളിലാണ്. ഇപ്പൊ നമ്മുടെ 3ാമത്തെ ഐറ്റം അല്ലേ ഇത്? 3ാമത്തെ ഐറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തൊക്കെ തമ്മിൽ പരസ്പരം മിക്സ് ചെയ്ത് ആണെങ്കിൽ ആ ചേട്ടന്മാരെ കുറച്ച് മാജിക് കൂടി ആകുമ്പോഴേക്കും സംഭവം അടിപൊളിയാണ്. അതുപോലെ ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായ കാര്യം, ഒരേ സമയം കാശ് മേടിക്കും, കുക്ക് ചെയ്യും, സപ്ലൈ ചെയ്യും, പാത്രം കഴുകും. ഇത് 5 സ്റ്റാർ
കടകളിലുള്ള അറബിക് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് തട്ടുകടയിലെ ചേട്ടന്മാർ ചെയ്യുന്നത്. എന്തായാലും നാടൻ ഫുഡാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇട്ടല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ പരസ്പരം മിക്സ് ചെയ്ത് പുതിയൊരു ഐറ്റം ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്തായാലും കൊള്ളാം. തട്ടുകടയിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കൊള്ളാം. നമ്മൾ പറഞ്ഞ രീതിയിൽ ചേട്ടന്മാർ ഉണ്ടാക്കി തന്നെ ഒരു രീതി അടിപൊളിയാണ്. സംഭവം പറയാനല്ല. നമ്മുടെ മൂന്നാമത്തെ ഐറ്റവും സൂപ്പറായിട്ട് വൻ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഇതിലേ മുട്ട ഉണ്ടെങ്കിലും മുട്ട മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും ഒരു ഭയങ്കര വെറൈറ്റി ഫീലാണ്. അത് പറഞ്ഞാൽ തന്നെ എന്താ വേണ്ടെന്നത് അപ്പം മിക്സ് ചെയ്ത് ഏത് സാധനം വേണമെങ്കിലും മിക്സ് ചെയ്ത് റെഡിയാക്കി തന്നെയാണ് എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ. ഇത് ഇടിയപ്പം മുട്ടയും കടലയും അടിപൊളി കോമ്പിനേഷനാണ്. കഴിച്ചോട്ടെ കേട്ടോ. അടിപൊളിയാണ്, പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. ഇത് നമ്മൾ എന്ത് മിക്സ് പറഞ്ഞാലും ആ ചേട്ടന്മാർ ഒട്ടും ഡിലേ ഇല്ലാണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് തന്നെ അതും ടേസ്റ്റിനകത്ത് യാതൊരു കോംപ്രമൈസ് ഇല്ല. അടിപൊളി. എല്ലാവരും വന്ന് കഴിച്ചു നോക്കണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. വീണ്ടും ഒരു പുതിയ ഐറ്റം കൂടി ജനിച്ചിട്ടുണ്ട്. ചിക്കൻ പാർട്സും ഇടിയപ്പവും ഗ്രേവി അല്ലേ? നാലാമത്തെ മിക്സിംഗ് ആണ്. എല്ലാം കാഴ്ചയിൽ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും അതിന്റെ കണ്ടന്റും ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊന്നും നോക്കാം. നമ്മൾ രണ്ടാമത് വെച്ചൊരു ഐറ്റം ഉണ്ടല്ലോ, എന്തായിരുന്നു? ആ സെയിം ടേസ്റ്റ് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്നാലും കുറച്ചും കൂടി എരിവ് കുറച്ചിട്ടുണ്ട് ഇതിനകത്ത്. മറ്റേ നല്ല എരിവുണ്ടായിരുന്നു, ഇതിനകത്ത് കുറച്ചും കൂടി എരിവ് കുറച്ചിട്ടുണ്ട്. കൊള്ളാം. കൂടെ ഒരു കട്ടൻ ചായയുടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കൊള്ളാം. നല്ല ഫുഡാ, കൊള്ളാം. മറ്റേ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. സവാളയും ചൂടും എല്ലാം കൂടിയിട്ട് ഒന്നുമില്ല, പ്യൂർ നാടൻ ഭക്ഷണം തന്നെയാണ്. ഒന്നുമില്ല ഇതിനകത്ത്. സാധാരണ ഫുഡ് തന്നെ പരസ്പരം മിക്സ് ചെയ്തൊരു പുതിയൊരു ഫോർമുല അപ്ലൈ ചെയ്ത് കുറച്ച് സ്പൈസിയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് സംഭവം രസമായിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? അടിപൊളിയാണ്. നമ്മുടെ പരിചയമുള്ള അങ്കിളുടെ കടയാണ്, സെറ്റാണ്. സ്ഥിരമായിട്ട് വൈകിട്ടൊക്കെ ഇങ്ങനെ വന്നാല് നമുക്ക് നൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ പെട്ടെന്നൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും. സ്ഥിരമായിട്ട് മേടിക്കാറുള്ളതാണല്ലോ അല്ലേ? അത്യാവശ്യം മിക്ക ദിവസം. ഇതേ നമ്മൾ പറഞ്ഞ ലൊക്കേഷനുള്ള വായനൊക്കെ വെള്ളമനുണ്ട്, അതിന്റെ ടേസ്റ്റും കൂടെ ഉണ്ടോ. നമ്മള് ഇതിന്റെ ടേസ്റ്റ് അറിയണമെന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കഴിക്കണം. നമ്മളെല്ലാവർക്കും പൊറോട്ടയും ബീഫും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെയാണ് കപ്പയും ബീഫും. അതിന്റെ ടേസ്റ്റ് ഒരുപക്ഷെ ഇതിലെ പോണ ആരും ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചറിയേണ്ടതാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. കിടു സാധനം. അടിപൊളി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓംലേറ്റ്. വീട്ടിൽ നമ്മൾ ഇത്രയും ക്രിസ്പി ആക്കാറില്ല. നല്ല അടിപൊളി ക്രിസ്പി ഓംലേറ്റ്. ഇഷ്ടപ്പെട്ടു, സൂപ്പർ. എന്തോ നമ്മൾ കഴിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും, പക്ഷെ ഈ ചേട്ടന്മാരുടെ മാച്ചിങ് കൂടി ആവുമ്പോഴാണ് സംഭവം ഗംഭീരമാവണത്. എന്തോ അവരുടേത് മാത്രമുള്ള ഒരു സിഗ്നേച്ചറിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഓംലേറ്റിന് പോലും ഇത്ര ടേസ്റ്റ് തോന്നൂല നോക്കിയിട്ട്. എന്തായാലും ഓവറോൾ ഇവിടുത്തെ ഫുഡ് കാശിന്റെ കാര്യം നോക്കിയാലും വൃത്തിയുടെ കാര്യം നോക്കിയാലും എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇനിയും വരും ഇവിടെ. ഞാൻ അടുത്ത ദിവസം തന്നെ ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കും, ഉറപ്പാണ്. കഴിഞ്ഞ ഫുഡൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. ഞങ്ങളെ ഞങ്ങളുടെ ജോലിപരമായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ പ്രത്യേകിച്ച് തട്ടുകടയാണ് നമ്മുടെ പ്രധാന ആശ്രയം. അപ്പൊ കഴിച്ചതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പലപ്പോഴും അതെ ആ സന്തോഷം നമുക്ക് കിട്ടുന്ന പലപ്പോഴാണ്. അപ്പൊ അത് നമുക്ക് ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടന്മാരോട് അതിന് വലിയ നന്ദി പറയുന്നുണ്ട്.
അപ്പൊ എന്തായാലും ദേ ഇപ്പൊ ഇവരുടെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ മഞ്ഞുമ്മലിലെ തട്ടുകട, മഞ്ഞുമ്മൽ തട്ടുകട എന്തായാലും നിങ്ങളൊന്ന് ഫേമസ് ആക്കിയിരിക്കുക. ഇവർക്ക് നല്ല കച്ചവടം കിട്ടട്ടെ. മഞ്ഞുമ്മൽ ഓൾറെഡി ഫേമസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ തട്ടുകടകളൊന്ന് ഫേമസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്, ഈ റോഡ് എന്ന് പറയുന്നത് ചേരാനല്ല, കുന്നുമ്മറ സിഗ്നൽ ടു ഏലൂർ റോഡാണ്. ഇത് മഞ്ഞുമ്മൽ റോഡ്. ഒരു 100 മീറ്റർ അപ്പുറമാണ് നമ്മുടെ മഞ്ഞുമ്മൽ തീരുന്നത്. പിന്നെ അവിടെ നമ്മുടെ ഏലൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേമാതിരി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു 3 കിലോമീറ്ററാണ് മഞ്ഞുമ്മലുള്ളത്. അപ്പൊ അതിൽ ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങിന്റെ ഇവിടെ നമ്മുടെ കണ്ടെയ്നർ പാലത്തിന്റെ അടിയിലാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ വന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ നമ്മുടെ തെക്കാത്തിലോണ്ട് അവിടെ കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ വഴി വരണമെങ്കിൽ മഞ്ഞുമ്മൽ ഒരു 3ാമത്തെ സിഗ്നൽ കഴിയുമ്പോഴത്തേക്കും തന്നെ മഞ്ഞുമ്മൽ എന്ന് ബോർഡ് കാണാം. അവിടെ ലെഫ്റ്റിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും നേരെ പാലത്തിന്റെ അടിയിലാണ് പറഞ്ഞത്. സുഖമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ലൊക്കേഷൻ. അപ്പൊ നമ്മളുടെ മഞ്ഞുമ്മൽ ഇതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. അവർക്ക് എല്ലാവർക്കും ബൈ.